ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവന്തികയുടെ കള്ളത്തരങ്ങളെല്ലാം ആദർശും നയനിയും കൂടി കയ്യോടെ പോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദർശിനെ ചതിച്ച് ആദർശിൻ്റെ സ്ഥാനത്ത് കയറി ഇരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ആ കള്ളത്തരങ്ങൾ മുഴുവൻ കണ്ടെത്തുകയാണ് നയനി ആദർശും കൂടി. അങ്ങനെ നമ്മുടെ അവന്തികയെ ആ ഒരു കസേരയിൽ നിന്ന് വലിച്ചിറക്കുകയാണ് ആദർശം. എന്നിട്ട് പറയുന്നുണ്ട്, ഇറങ്ങടി, എൻ്റെ MD സ്ഥാനത്ത് കയറി ഇരുന്ന് നീ ഇവിടെ ഭരിക്കുന്നുണ്ടല്ലോ, നിൻ്റെ കള്ളത്തരങ്ങൾ ദേ ഇപ്പോൾ കുമിള പോലെ പൊട്ടും. ഞങ്ങളിപ്പോൾ ഇതെല്ലാം മുത്തശ്ശനോട് പറയും. ഈ കസേരയിൽ നിന്ന് നീ ഇറങ്ങാൻ പറഞ്ഞ് ഇറക്കുക. അപ്പോൾ പേടിച്ച് വിറച്ച് നമ്മുടെ അവന്തിക നിൽക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബിയും നവിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അബിയോട് നവി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഈ വീട്ടുവേലയെല്ലാം ചെയ്യുന്നത്? ഇന്ന് രാവിലെ ഈ വീട് മുഴുവൻ അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കിയത് നീ നിൻ്റെ അമ്മയും കൂടിയല്ലേ? നാണമില്ലോ രണ്ടെണ്ണത്തിന്. അതുമാത്രമല്ല, പൂജാമുറിയിൽ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് നിൻ്റെ അമ്മയായിരുന്നു. ആ നയനയ്ക്കും അതുപോലെ തന്നെ ആ ദേവയാനി എന്ന് പറയുന്ന അവർക്കും അവിടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ കൈക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അബി? നിങ്ങളിങ്ങനെ അനുസരിക്കുന്ന കാണുമ്പം എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയെന്ന് പറയാം. പെട്ടെന്ന് അബി ഞെട്ടിപ്പോവാണ്. ഇനിയിപ്പം എന്തെങ്കിലും ചന്തമോളുടെ കാര്യം പറയുമെന്ന്. അപ്പോഴേക്കും അബി ചോദിക്കുക, എന്താ നിനക്ക് സംശയം എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇത്രയധികം നീ അനുസരിക്കാൻ കാരണം നീയും അമ്മയും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അത് മറ്റാരെങ്കിലും അറിയരുതെന്നോ പുറത്തു വരരുതെന്നോ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങളിത് അനുസരിക്കുന്നത്. എനിക്ക് നിങ്ങളെ രണ്ടിനെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് നവ്യ ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, അയ്യോ, നീ പറഞ്ഞതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, ഇവിടെ അവരുടെ അടിമകളായിട്ടാണ് ഞാനും എൻ്റെ അമ്മയും ജീവിക്കുന്നത്. ഇനിയിപ്പം അവർ പറയുന്നൊന്നും അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുത്തിപ്പൊക്കി നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടും. അതിനുള്ള പണിയാണ് അവർ നോക്കുന്നത്. തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങാൻ മേലാത്തത് കൊണ്ടാണ് ഞങ്ങളിതെല്ലാം അനുസരിക്കുന്നതെന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്താ ഇവിടെ നിന്ന് ഇറങ്ങാൻ മേലാത്തത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് മാറി നമുക്കൊരു വീടെടുത്ത് താമസിക്കാം. ഇപ്പം അതിനൊക്കെയുള്ള നിവൃത്തിയൊക്കെ എനിക്കുണ്ട് എന്ന് പറയണം. അബി പറയുന്നുണ്ട്, എടി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കോടികൾ വരുന്ന ഞങ്ങളുടെ ഷെയർ ഇല്ലാതാവും. മുത്തശ്ശൻ പിന്നെ ഒരു ചില്ലിക്കാശ് ഞങ്ങൾക്ക് തരില്ല. അങ്ങനെ ഇവിടുന്ന് കിട്ടാനുള്ളതൊന്നും വാങ്ങാതെ ഇവിടുന്ന് പോകാൻ ഈ അബി തീരുമാനിച്ചിട്ടില്ല. എടി, കിട്ടാനുള്ളത് മാത്രമല്ലടി, ആദർശിനെ തോപ്പിച്ച് ഇവിടെയുള്ളതെല്ലാം കൈക്കലാക്കാൻ തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. അപ്പം നവ്യ പറയാം, മിക്കവാറും നടക്കും. നീ കണ്ടോടാ എൻ്റെ ഫോട്ടോ പത്രത്തിലൊക്കെ വന്നിരിക്കുന്നത്? ഫ്രണ്ട് പേജിൽ AM ജ്വല്ലറിയുടെ പരസ്യത്തിൽ ആഭരണങ്ങൾ കാണിഞ്ഞ് നിൽക്കുന്ന ആ സുന്ദരി ആരാന്ന് നീ കണ്ടോടാന്ന് ചോദിക്കുക. അബി പറയുന്നുണ്ട്, പിന്നെ ഞാൻ കണ്ടൊരു ഭംഗിയാടി നീ അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന കാണാൻ. എത്രയൊക്കെ പറഞ്ഞാലും ഒരാന ചന്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നതേ ഇവിടെ ചിലരുടെയൊക്കെ മനസ്സിലേ അങ്ങ് ഹാലിളകിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം നവ്യ ചോദിക്കുക, അതിനു വേണ്ടി തന്നെയാടാ ഞാനിപ്പോൾ ഈ AM ജ്വല്ലറിയുമായിട്ട് ചേർന്നത്. അവർ കാര്യം നല്ലൊരു എമൗണ്ടാണ് നമുക്ക് തരുന്നതെങ്കിലും അതിൻ്റെ പിന്നിലോ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. പക്ഷേ ഇവിടെയുള്ളവരുടെ ചങ്കൊന്ന് പെടയണം. അതിനാണ് ഈ നവ്യ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്കറിയില്ലേ, അതല്ലേ ഞാൻ നിന്നെ തടയാത്തത് എന്നും ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരതൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ, എല്ലാവരെയും തകർക്കും എന്നുള്ള വിശ്വാസത്തിൽ. അതേസമയം നമ്മുടെ ആദർശാണെങ്കിൽ അങ്ങ് പോവാണ് മുംബൈക്ക്. ആ ഒരു കൊട്ടേഷനിലും ആ ഒരു മീറ്റിലും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് അവരുടെ മുമ്പിൽ ഇതെല്ലാം പ്രസൻറ്റ് ചെയ്ത് അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു കോൺട്രാക്റ്റ് AM ജ്വല്ലറിക്ക് കിട്ടാതെ മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ചതിയിലൂടെ അല്ലാതെ നമ്മുടെ നാഗേന്ദ്രയ്ക്ക് ആ ഒരു കൊട്ടേഷൻ പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. കാരണം മൂർത്തീസ് ജ്വല്ലറിക്ക് നല്ല പാരമ്പര്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പടി മുമ്പിൽ നിൽക്കുന്ന മൂർത്തീസ് ജ്വല്ലറി തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും ചതിയിലൂടെ സ്വർണത്തിൻ്റെ മാറ്റ് കുറയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആദർശിനെ ഇതിൽ തോൽപ്പിക്കണം. അത് തന്നെയാണ് നാഗേന്ദ്രയുടെയും അവന്തികയുടെയും ഒക്കെ ലക്ഷ്യം കേട്ടോ. അങ്ങനെ ആദർശ യാത്ര പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ സാമ്പിൾസൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ ആഭരണങ്ങളുടെയൊക്കെ നല്ല മാറ്റം കൂടിയതും അതുപോലെ നയന ഡിസൈൻ ചെയ്ത നല്ല ഡിസൈനുകളും ഒക്കെ ആയിട്ടാണ് ആദർശ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്തൊക്കെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവന്തിക ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട്. അവന്തിക അച്ഛനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ, ഇവിടുന്ന് ആദർശ് പോകാൻ എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്, അവിടെ ചെന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയാം, മോളെ, നീ അതിലൊരു കാര്യം ചെയ്യണം. അതിൽ മാറ്റു കൂടിയ നല്ല പാരമ്പര്യമുള്ള നല്ല അടിപൊളി ഡിസൈനുകളൊക്കെയാണ് മൂർത്തീസ് ജ്വല്ലറി വെച്ചിരിക്കുന്നത്. അതെല്ലാം തൽക്കാലം നീ അത് മാറ്റിയിട്ട് വേറെ വെക്കണം എന്ന് പറയാണ്. പിന്നെ ആ ഡിസൈനുകളൊക്കെ നമുക്ക് വേണം. അതുപോലത്തെ ഡിസൈനുകൾ നമ്മൾ AM ജ്വല്ലറിക്കാർ അവിടെ പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ അത് നമ്മൾ നേടിയെടുക്കും. ആദർശ് അവിടെയും പരാജയപ്പെടണം. അങ്ങനെ അനന്തമൂർത്തിയുടെ മുമ്പിൽ ആദർശ് തോറ്റു തുന്നം പാടി നിൽക്കണം എന്ന് പറയാണ്.
അപ്പോൾ അവന്തികയും പറയാണ്, അതെ അത് തന്നെയാണ് എൻ്റെ ആവശ്യം. അവൻ എല്ലായിടത്തും തോക്കണം. ആദർശാണ് എല്ലാം എന്ന് പറഞ്ഞല്ലേ ഇവിടെ ആ രണ്ടുപേര് നടക്കുന്നത്. അതങ്ങോട്ട് മാറണം. ആദർശ് ഒന്നും അല്ലാതെ ആവണം എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ ആദർശം ഒന്നും അല്ലാതാകുന്നിടത്ത് നീ കയറി പിടിക്കണം എന്ന് പറയാണ്. നീ ഇപ്പോൾ ജ്വല്ലറിയിൽ ഒരു ട്രെയിനി ആയിട്ട് കയറിയിട്ടുണ്ടല്ലോ, ഇനി ആദർശിൻ്റെ സ്ഥാനം നീയാണ് കൈയടക്കേണ്ടത്. നീ അവിടെ നിൻ്റെ മിടുക്ക് പ്രകടിപ്പിക്കണം. അങ്ങനെ ആ മിടുക്ക് പ്രകടിപ്പിച്ച് നീ അവിടെ ആദർശിൻ്റെ കസേരയിൽ കയറിയിരിക്കണം. അതെനിക്ക് കാണണം. എന്നിട്ട് വേണം നമുക്ക് മൂർത്തീസ് ജ്വല്ലറിയുടെ സർവ്വനാശവും വരുത്തി തീർക്കാൻ. ആ മൂർത്തീസ് ജ്വല്ലറി നിൻ്റെ കയ്യിലാവണം. അത് നമ്മുടെ ജ്വല്ലറിയോട് കൂട്ടിച്ചേർക്കണം എന്നൊക്കെ നാഗേന്ദ്ര പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അത് തന്നെയാണ് അച്ഛാ എൻ്റെ ലക്ഷ്യം. കണ്ടോണം അച്ഛൻ, ആദർശിനെ അവിടെ നിന്ന് പടിയിറക്കി ഞാൻ ആ കസേരയിൽ കയറിയിരിക്കും. മുത്തശ്ശനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും, അവന്തിക മോൾ ഇരുന്നാൽ മതി ആ കസേരയിൽ എന്ന്. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയാം. അപ്പം ഉടനെ തന്നെ നമ്മുടെ നാഗേന്ദ്രയും ഒക്കെ ഓക്കെ പറയാണ്. അങ്ങനെ ആദർശ് കൊണ്ടുപോകാൻ വച്ചിരിക്കുന്ന സാമ്പിൾസ് എല്ലാം എടുത്തു മാറ്റുകയാണ് നമ്മുടെ അവന്തിക. എങ്ങനെയെങ്കിലും ആദർശിനെ ചതിക്കാതെ അവിടെ ഒരു രക്ഷയില്ല. മൂർത്തീസ് ജ്വല്ലറിയുടെ മുമ്പിൽ ജ്വല്ലറിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ നാഗേന്ദ്രയും മകളും കൂടെ അത് ചെയ്യാണ്. അങ്ങനെ ആദർശ് ഇതൊന്നും അറിയാതെ ആ സാമ്പിൾസ് ഒക്കെ ആയിട്ട് പോവാണ്. എന്നാൽ ഈ ഡിസൈൻസും എല്ലാം ജ്വല്ലറിക്ക് കൈമാറുകയാണ് അവന്തിക. അങ്ങനെ നാഗേന്ദ്ര അവന്തികയോട് പറയുന്നുണ്ട്, നീ മിടുക്കിയാണ്, നിൻ്റെ ആദ്യത്തെ ദൗത്യം തന്നെ നീ നിറവേറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പം ഈ ഡിസൈനുകളും ഈ മൂല്യമുള്ള സ്വർണം നമ്മൾ അവരുടെ മുമ്പിൽ ആ അമേരിക്കൻ കമ്പനിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും. അങ്ങനെ അവർ നമ്മുടെ കോൺട്രാക്റ്റ് ഏറ്റെടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഒരു 5-6 കൊല്ലത്തേക്ക് അവരുടെ കോൺട്രാക്റ്റ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കമ്പനി വളരുകയും ലാഭം ഇരട്ടിക്കുകയും ഓഹരികളുടെ മൂല്യം കൂടുകയൊക്കെ അങ്ങ് ചെയ്യും. അതിലൊക്കെ രസം ഞാൻ ആഗ്രഹിച്ചതുപോലെ മൂർത്തീസ് ജ്വല്ലറി തകർന്ന് തരിപ്പണമാകും. കാരണം മൂർത്തീസ് ജ്വല്ലറിയുടെ ഓഹരികൾ ഇടിഞ്ഞു വീഴും. ഇപ്പം തന്നെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന മൂർത്തീസ് ജ്വല്ലറി ഈ ഒരു ആഘാതത്തോടുകൂടി പൂർണ്ണമായ തകർച്ചയിലേക്ക് തകർന്നു പോകും. പിന്നെ അതിനെ കൈപിടിച്ചുയർത്താൻ ആദർശിനെ കൊണ്ടാവില്ല എന്ന് ആ അനന്തമൂർത്തി മനസ്സിലാക്കും. ആദർശിനെ പുറത്താക്കും. ആ ഗ്യാപ്പിൽ നീ MD സ്ഥാനത്ത് കയറിയിരുന്ന് ഈ ബാക്കിയുള്ള ജ്വല്ലറിയിലേക്ക് കൂട്ടിച്ചേർക്കുകയും കൂടെ ചെയ്യണം മൂർത്തീസ് ജ്വല്ലറിയെ. അങ്ങനെ അത് മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലാകണം. ഒന്നുമില്ലാത്തവരായിട്ട് മൂർത്തിയും കുടുംബവും അവിടെ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് കാണണം. അന്ന് എന്നെ വെറുതെ ഒന്നുമില്ലാത്തവനായിട്ട് ഇറക്കി വിട്ട ആ അനുഭവം ഉണ്ടല്ലോ, അന്ന് ഞാൻ അനുഭവിച്ച വിഷമമുണ്ടല്ലോ, അന്ന് തൊട്ടേ എനിക്കുള്ള ഒരു വാശിയാണ് മൂർത്തീസ് ജ്വല്ലറിയേക്കാൾ ഉയരങ്ങളിലെത്തുകയും മൂർത്തീസ് ജ്വല്ലറി തകർന്ന് ആ കുടുംബത്തിലുള്ളവരെല്ലാം പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലേക്ക് ഇറങ്ങുന്ന കാണുകയും ചെയ്യണം എന്നുള്ളത് എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയണം, അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു തരാനല്ലേ ഈ മോളുള്ളത്. എന്നെക്കൊണ്ടാകാവുന്ന പോലെ എല്ലാം ഞാൻ ചെയ്ത് അച്ഛനെ സഹായിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ ആദർശ് അവിടെ മുംബൈ ചെല്ലാണ്. മുംബൈ ചെന്ന് കഴിയുമ്പം അവിടെ ആ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുകയാണ്. അപ്പോൾ ചർച്ചകളൊക്കെ നടത്തി മൂർത്തീസ് ജ്വല്ലറിയുടെ പാരമ്പര്യത്തെക്കുറിച്ചും സ്വർണത്തിൻ്റെ മഹിമയെക്കുറിച്ചും ഡിസൈൻസിനെ കുറിച്ചും വേൾഡ് വൈഡായിട്ടുള്ള ആ ഒരു പ്രശസ്തിയെക്കുറിച്ചും ഒക്കെ ആദർശ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ച് എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ആദർശ് ഈ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണമൊക്കെ അവിടെ പ്രസൻറ്റ് ചെയ്യാണ്. അവരുടെ മോഡൽസും അതുപോലെ സ്വർണത്തിൻ്റെ മൂല്യമൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആ അമേരിക്കൻ കമ്പനി ടെസ്റ്റിംഗ് ഒക്കെ നടത്തുകയാണ്. അങ്ങനെ ഡിസൈൻസ് ഒക്കെ കാണുകയാണ്. അതുപോലെ തന്നെ സ്വർണം പരിശോധിക്കുകയാണ്. അപ്പോൾ മാറ്റ് കുറഞ്ഞ സ്വർണ്ണമാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവർ ഇത് പരിശോധിച്ചതിന് ശേഷം ആദർശിനോട് പറയുന്നുണ്ട്, എന്താ ആദർശ് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു, താൻ ഇവിടെ ഇരുന്ന് ഇത്രയും നേരമൊക്കെ വാചകം അടിച്ചത് വെറുതെ ആയിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഞങ്ങളുടെ പാരമ്പര്യം വിട്ട് കളിക്കില്ല. ഞങ്ങളുടെ ജ്വല്ലറികളിൽ നിന്ന് വാങ്ങുന്ന ലക്ഷോപലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട്. അവരോട് തിരക്കി അറിയാൻ പറ്റും. മൂല്യമുള്ള നല്ല ജ്വല്ലറികൾ തന്നെയാണ് ഞങ്ങൾ വിൽക്കുന്നത്. അതുപോലെ ഡിസൈനുകളാണേലും ഒന്നിനൊന്ന് മെച്ചമാണ് അവിടെയുള്ളത് എന്നൊക്കെ പറയാം. അപ്പോൾ അവർ പറയുന്നു, ഇതാണോ തൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞ് ആദർശിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഡിസൈനൊക്കെ വളരെ സാധാരണമാണ്, എല്ലായിടത്തും കാണുന്നത്. അത് റോൾഡ് ഗോൾഡ് വരെ കാണാം ഇതുപോലുള്ള ഡിസൈനുകൾ. ഒന്നിനും ഒരു ക്വാളിറ്റിയും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു പെർഫെക്ഷനും ഇല്ലാത്ത മേക്കിംഗ് ആണ്. ഇതാണോ തൻ്റെ ഏറ്റവും വലിയ ഡിസൈൻ എന്ന് പറയുന്നത്? ഇതിനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് ഈ കൊട്ടേഷൻ നിങ്ങൾ തന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് തന്നെ ഞെട്ടിപ്പോവാണ്. ഇതെൻ്റെ ജ്വല്ലറികളല്ല, ഈ ഡിസൈൻസ് അല്ല ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയാം.
അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളെ വീണ്ടും മണ്ടന്മാരാക്കാൻ നോക്കുകയാണോ അതോ ഞങ്ങളെ കള്ളന്മാരാക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. സ്വർണത്തിൻ്റെ മൂല്യം വളരെ കുറവാണ്. സ്വർണത്തിൻ്റെ വില ഇരട്ടിയിലധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും ഈ സ്വർണത്തിന് തീരെ മൂല്യമില്ല. മൂർത്തീസ് ജ്വല്ലറിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടായിരുന്ന ജ്വല്ലറിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഹസനത്തിന് ഞങ്ങൾ കൂട്ടുന്നത്. ഇതിപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ അപമാനിച്ചതിന് തുല്യമാണല്ലോ ആദർശ് എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശിന് എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. ആദർശ് കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണം എല്ലാം മാറിയിരിക്കുന്നു. അവിടെ പ്രസൻറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം മാറുകയാണ്. പിന്നെ ആദർശിന് പറഞ്ഞിരിക്കാനേ പറ്റുന്നില്ല. അവർ ആദർശമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണ്. ആദർശിനോട് പറയാണ്, ഇത് നടക്കില്ല, ഈ കോൺട്രാക്റ്റ് നടക്കില്ല. ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ സ്വർണവും അതുപോലെ തന്നെ ഇതുപോലുള്ള ചീപ്പ് ഡിസൈൻസും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വളരെ ക്വാളിറ്റിയുള്ള ഇന്ത്യൻ സ്വർണത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ പാരമ്പര്യമുള്ള ജ്വല്ലറികളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചത് തന്നെ. ഇതിപ്പം ഞങ്ങളെ ചതിച്ചതിനും ഞങ്ങൾക്ക് ഇരട്ടി നഷ്ടം ഉണ്ടാക്കിയതിനും തുല്യമായല്ലോ എന്ന് പറയാം. അപ്പോൾ ആദർശ് പല പ്രാവശ്യം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട്, ചുമ്മാതല്ല ഇപ്പം നിങ്ങളുടെ ജ്വല്ലറിയിലെ മൂല്യമൊക്കെ ഇടിഞ്ഞത്, ഇതുപോലുള്ള ചീപ്പ് പണികളല്ലേ നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ആദർശ് അവിടെ തോറ്റു തുന്നം പാടുകയാണ് കേട്ടോ. ആ ഗ്യാപ്പിൽ ജ്വല്ലറിക്കാർ ആ നയനയുടെ ഡിസൈനുകളൊക്കെ അവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ മൂല്യമുള്ള ആ നല്ല അടിപൊളി ഡിസൈനുകളൊക്കെ അവിടെ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പം ഇമ്പ്രസ്ഡ് ആവുകയാണ് ഈ അമേരിക്കൻ കമ്പനി. അപ്പോൾ ജ്വല്ലറിക്കാരോട് പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഇത്രയൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം നിങ്ങളിപ്പം പെട്ടെന്ന് തന്നെ ഉയർന്നു വന്ന ഒരു ജ്വല്ലറിയാണല്ലോ. അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ സ്വർണ്ണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ വിശ്വാസവും ഇല്ലായിരുന്നു. പിന്നെ ഡിസൈനുകൾ, ഇപ്പോൾ ഈ ഡിസൈനുകളൊക്കെ കണ്ടിട്ട് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. അതുപോലെ നല്ല അടിപൊളി ഡിസൈനുകളാണ് നിങ്ങളിവിടെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വന്നത് വെച്ചിട്ട് ഏറ്റവും നല്ല സ്വർണവും ഏറ്റവും നല്ല ഡിസൈനും നിങ്ങളുടെയാണ്. അതുകൊണ്ട് ജ്വല്ലറിക്ക് എന്നെ ഈ കോൺട്രാക്റ്റ് തരാൻ പോവാണ് എന്ന് പറയണേ. അപ്പോൾ ജ്വല്ലറിക്ക് എന്നെ ആ കോൺട്രാക്റ്റ് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ആദർശ് അങ്ങ് തകർന്നു പോവുകയാണ്. ആദർശിന് തല പെരുക്കുന്ന പോലൊക്കെ തോന്നുകയാണ്. ഇതിൻ്റെ ഇടയിൽ എന്ത് ചതിയാണ് നടന്നത്? താൻ അവിടെ നിന്ന് എടുത്തു വെച്ച സ്വർണ്ണമേ അല്ല ഇവിടെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ചതി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ജ്വല്ലറിക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഡേവിഡ് ഇത് ഏറ്റുവാങ്ങുന്ന സമയത്ത് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേ കണ്ടോ, ഞങ്ങൾ ഇതും നേടി. ഇതാണ് ജ്വല്ലറി. ഇനിയിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു പതനം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബത്തിലും അതുപോലെ തന്നെ ജ്വല്ലറിയിലും വലിയൊരു പതനം ആദർശ് കാത്തിരിപ്പുണ്ടെന്ന് പറയാണ്. അപ്പോൾ ആദർശിന് മനസ്സിലാവാണ് കേട്ടോ, ഈ ജ്വല്ലറിക്കാരാണ് ഇതിൽ ചതി പറ്റിയിരിക്കുന്നത്, ചതിച്ചിരിക്കുന്നതെന്നൊക്കെ. ആദർശ് വളരെ വിഷമത്തോടെ മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് പറയാം, മുത്തശ്ശ പറ്റിപ്പോയി, നമുക്ക് ആ കോൺട്രാക്റ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു എന്ന് വളരെ ഗൗരവമായിട്ട് പറയുക. അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശ അതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ നല്ല രീതിയിലൊക്കെ ചെയ്തതാണ്. ഇവിടുന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ പോയത്. ഇവിടുന്ന് കൊണ്ടുപോയ മോഡലുകളൊക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പം അതെല്ലാം പാടെ മാറിയിരിക്കുകയാണ്. നമ്മൾ കൊണ്ടുപോയ സ്വർണവും നമ്മുടെ സ്വർണവും പോലും അല്ല മുത്തശ്ശ അവിടെ വന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ നമ്മളെ ചതിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശന് നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. ഈ ഒരു കോൺട്രാക്റ്റ് നഷ്ടപ്പെട്ടതോടുകൂടി മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരുപാട് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആദർശനോട് ദേഷ്യപ്പെടുക. എന്താ ആദർശം ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറയുന്നത്? നീ ഇവിടുന്ന് പോയപ്പോൾ തന്നെ നിന്നോട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? ജയിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഇങ്ങനെ തോറ്റ് തുന്നമാടി ഇങ്ങോട്ട് വരാൻ നിനക്ക് നാണമില്ല ആദർശം എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശം ഞെട്ടിപ്പോവാണ്, മുത്തശ്ശൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാം, ശരിക്കും ഇതെന്താണ് ആദർശം, ഇങ്ങനെ ഒരു തോൽവി നമ്മുടെ ജ്വല്ലറിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിലും നിന്നെക്കുറിച്ച് അമിതമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇതൊക്കെ സംഭവിച്ചു പോയത്. നിൻ്റെ അച്ഛൻ ജയനോ അജയനോ ആരെങ്കിലും ഇതിന് പോയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കായിരുന്നില്ല. ആ അനിയെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അങ്ങനെ മതിയായിരുന്നു. ഇതിപ്പോൾ നിന്നിലുള്ള വിശ്വാസം കാരണം നീ എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ തോറ്റു തുന്നം പാടി വന്നത് നീയല്ലേ? ജ്വല്ലറിയുടെ മുമ്പിൽ മാത്രമല്ല, മറ്റുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തോറ്റു തുന്നം പാടി. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നമ്മൾ തലയുയർത്തി നടക്കും? അതുപോലെ തന്നെ ഒരു നല്ല സെയിലോ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇപ്പം തന്നെ ഓഹരികളുടെ വില വളരെയധികം ഇടിഞ്ഞ് നമ്മൾ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയാം, മുത്തശ്ശനും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അവിടെ വെച്ച് എന്തോ ചതി നടന്നിട്ടുണ്ട്, നമ്മുടെ കൂടെ നിന്ന് ആരോ നമ്മളെ ചതിച്ചിട്ടുണ്ടെന്ന് പറയണേ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ചതിയൊക്കെ ഉണ്ടാവും, ഇത് ബിസിനസ്സാണ്, അത് അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് മാൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നീ അത് അറിഞ്ഞ് പ്രവർത്തിച്ചില്ല. നീ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണമായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ആദർശ് എന്നോട് ഒന്നും സംസാരിക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ ആദർശിന് ഭയങ്കര വിഷമമായി പോവാണ് കേട്ടോ.
അപ്പം നയനയ്ക്കും ദേവയാനിക്കും ഒക്കെ ഇതറിയുമ്പോൾ ഭയങ്കര വിഷമാവുകയാണ്. അപ്പം നയനയും ദേവയാനിയും കൂടെ സംസാരിക്കുന്നുണ്ട്. നയന ദേവയാനിയോട് പറയാം, അമ്മേ ആദർശൻ അവിടെയും തോറ്റു പോയല്ലോ, ജയിക്കണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടിട്ടും ആരോ പാവ ആദർശനെ ചതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ നിന്ന് കളിക്കുന്ന ആരോ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുവാന്ന് പറയാം. അപ്പം ദേവയാനിയും പറയാം, ശരിയാ, ജലജയോ അഭിയോ ആയിരിക്കുമെന്നാണ് എൻ്റെയും ധാരണ. പക്ഷെ അവർക്ക് ഇത്രയൊന്നും ചെയ്യാനും ഇങ്ങനെ ആദർശനെ തോൽപ്പിക്കാനുമുള്ള കരുത്തൊന്നുമില്ല. പക്ഷെ മറ്റാരോ ഇതിനു വേണ്ടി കളിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പം നയനെ പറയാം, ആ ജ്വല്ലറിക്കാർ അവരായിരിക്കും, അവരല്ലേ ആ കോൺട്രാക്റ്റ് നേടിയെടുത്തത്. നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെ അവരുടെ ലക്ഷ്യം, മറ്റൊന്നുമല്ല. അവർക്ക് നേടുന്നതിലും വലുത് അവരാഗ്രഹിക്കുന്നത് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി തകർന്ന് തരിപ്പണമാകുന്നതെന്നുള്ളത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ ദേവയാനിയും പറയാം, ശരിയാ മോളെ, അത് തന്നെയാണ്. എന്തായാലും ആദർശിനെ മുത്തശ്ശൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നയന പറയാം, ശരിയമ്മേ, എന്നെ വിളിച്ച് ആദർശേട്ടനെ ഒരുപാട് പറഞ്ഞ് കരഞ്ഞു. മുത്തശ്ശൻ ആദർശേട്ടനെ വളരെയധികം കുറ്റപ്പെടുത്തിയെന്ന്. അപ്പോൾ ദേവയാനി പറയാണ്, ശരിയാണ്, മുത്തശ്ശൻ അങ്ങനെയാ മോളെ. ഇതിനു മുമ്പും ആരൊക്കെ ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ടോ അവരുടെ എന്തെങ്കിലും കൈപ്പിഴ കൊണ്ട് ജ്വല്ലറിക്ക് നാശമുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നഷ്ടം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവരെ പിന്നെ ആ സ്ഥാനത്ത് പോലും മുത്തശ്ശൻ ഇരുത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനൊരു അബദ്ധം ആദർശന് സംഭവിച്ചിട്ടും ആദർശായതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ ആദർശനെ ആ സ്ഥാനത്തിരുത്തിയത്. ഇപ്പോൾ അതങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇതിനു മുമ്പും ജ്വല്ലറി തകരാൻ മുത്തശ്ശൻ ആരെയും കൂട്ടു നിൽക്കാൻ സമ്മതിക്കാറില്ല. കഴിവുകെട്ടവരെ പുറത്താക്കുകയാണ് ചെയ്തിരുന്നതെന്ന് പറയുമ്പം നായന പറയാം, ഇനിയിപ്പോൾ ആദർശേട്ടനെയും പുറത്താക്കുമോ എന്ന് പറയുമ്പം ദേവയാനി പറയാം, അറിയില്ല മോളെ, ആദർശനെ ചിലപ്പോൾ പുറത്താക്കില്ലായിരിക്കും. അച്ഛൻ അത്രയ്ക്ക് സ്നേഹമാണ് അവനോടൊന്ന് പറയണം. അങ്ങനെ ആദർശ് തിരിച്ചെത്തുക. അപ്പോൾ തോറ്റ് തുന്നമ്പാടി വരുന്നത് കൊണ്ട് തന്നെ ജലജയ്ക്കും നവ്യയ്ക്കും അഭിക്കും ഒക്കെ ഭയങ്കര സന്തോഷം. അവർ സന്തോഷിക്കുക. അപ്പോൾ ജലജ പറയാം, അതെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എടാ അഭി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവൻ ജയിച്ച് വരണം എന്ന് പറയാൻ, നീ അങ്ങനെ പറയുമ്പോൾ അവൻ തോറ്റേ വരുവോളെന്ന്. അവൻ തോറ്റ് തന്നെ ഉന്നമ്പാടി വരുന്നുണ്ട്. ഇവിടുത്തെ അഹങ്കാരം അങ്ങ് തീരട്ടെ. ആ ജ്വല്ലറിക്കാർക്ക് തന്നെ ആ കോൺട്രാക്റ്റ് കിട്ടി. എത്ര കോടി രൂപയുടെ കരാറാണെന്നറിയാവോ? കോടിക്കണക്കിന് രൂപയാണ് മൂർത്തീസ് ജ്വല്ലറിക്ക് നഷ്ടം വന്നത്. നന്നായി, ഇവിടെയുള്ളവരുടെ അഹങ്കാരത്തിനൊക്കെ ഒരു പൊടിക്കടങ്ങട്ടെ. നമ്മളെ കൊണ്ട് ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യിപ്പിച്ചതല്ലേ ആ ദേവയാനി. അവരൊന്ന് കരയുന്നത് എനിക്ക് കാണണം. അവരുടെ മകൻ പോയിട്ട് തോറ്റു തുന്നമ്പാടി വരുന്നുണ്ടല്ലോ എന്ന് പറയാം. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് അവരെല്ലാവരും. അങ്ങനെ ആദർശ് എത്തുമ്പോൾ മുത്തശ്ശൻ ആ തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്, എന്താ ആദർശം ഇങ്ങനെ ഇത്രയധികം കെയർലെസ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത്. പല പ്രാവശ്യമായി, നിനക്കിപ്പം എന്തായാലും കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. നിൻ്റെ മനസ്സ് മറ്റെവിടെയോ ആണ്. നീ വല്ലാത്തൊരു ടെൻഷനിലേക്കൊക്കെ പോകുന്നുണ്ട് ആദർശേ. നിനക്കിനി ഇത് നോക്കി നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം അജയനും പറയും, എന്താ അച്ഛൻ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ ആദർശല്ലേ എല്ലാം നോക്കി നടത്തിയത് ആയിരിക്കാം. പക്ഷേ അവൻ കാരണം നമ്മുടെ ജ്വല്ലറിക്ക് ഇപ്പം നഷ്ടം ഉണ്ടാകുന്ന സ്ഥിതിക്ക് അവനെ ഈ സ്ഥാനത്തുനിന്ന് മാറ്റാൻ ഞാൻ തീരുമാനിച്ചതെന്ന് പറയാണ്. മറ്റൊരാൾ ഇരിക്കട്ടെ, കുറച്ച് നാൾ ആദർശിനൊരു റെസ്റ്റ് ആവശ്യമാണ്. അതിനുശേഷം നമുക്കിതിലൊരു തീരുമാനം എടുക്കാമെന്ന് പറയാം. അപ്പം മറ്റാരെ ഇനി ആ സ്ഥാനത്തേക്ക് ഇരുത്താന്ന് പറയുമ്പം അവന്തിക അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. മുത്തശ്ശൻ അവന്തികയെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, അവന്തിക മോളിരിക്കട്ടെ, അവൾ വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നതാണ്. മാത്രമല്ല ആ കുട്ടി ഇവിടെ ട്രെയിനിയായിട്ട് നിന്നിട്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആദർശില്ലാത്ത സമയങ്ങളിൽ ജ്വല്ലറിയിലെ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കാൻ ഇപ്പോൾ യോഗ്യത അവന്തികയ്ക്ക് തന്നെയാണ്. ആദർശൊന്ന് റിക്കവറായി വരുന്നത് വരെ അവന്തിക ആ സ്ഥാനത്തിരിക്കട്ടെ, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD-യുടെ സ്ഥാനത്തെന്ന് പറയാം. അത് കേൾക്കുമ്പം ദേവയാനിക്കും നയനിക്കും ഒക്കെ വിഷമാവും, എല്ലാവർക്കും തന്നെ വിഷമാവും. അപ്പോൾ ജലജയ്ക്കും അഭിക്കും ഒക്കെ സന്തോഷമാവുകയാണേ. അതേസമയം അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. അവന്തിക മുത്തശ്ശനോട് പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശ, അതൊന്നും വേണ്ട, എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ഇല്ല, നീ തന്നെ ഇരിക്കണം, നീ തന്നെ കുറച്ച് നാളിനി മൂർത്തീസ് ജ്വല്ലറിയെ നയിക്കണം എന്ന് പറയാം. അങ്ങനെ ആദർശിൻ്റെ സ്ഥാനത്ത് അവന്തിക ഇരിക്കുകയാണ്. അങ്ങനെ അവന്തിക ജ്വല്ലറി പോവുകയാണ്. എന്നിട്ട് നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയാം, അച്ഛൻ്റെ ആഗ്രഹം പോലെ അച്ഛൻ്റെ മോള് മൂർത്തീസ് ജ്വല്ലറിയുടെ MD-യുടെ കസേരയിലായി ഇപ്പോൾ ഇരിക്കുന്നത്. ആ ആദർശിനെ തൂക്കിയെടുത്ത് വെളിയിലിട്ടിട്ട് ഞാൻ കയറിയിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ കൈകളിലാണ് ചുക്കാൻ, ഞാൻ നിയന്ത്രിക്കും മൂർത്തീസ് ജ്വല്ലറി എന്ന് പറയണം. അപ്പോൾ ആ നാഗേന്ദ്ര പറയാം, അതേ മോളെ, തകർക്കണം, നീ എല്ലാം തകർക്കണം. മൂർത്തീസ് ജ്വല്ലറിയുടെ ആസ്തി മുഴുവൻ നമ്മുടെ ജ്വല്ലറിയിലേക്ക് എത്തിച്ചേരണം. അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം. അങ്ങനെ എല്ലാം ഓക്കെ പറഞ്ഞ് അവിടെ ഭരണം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ അവന്തിക. ആദർശിന് പക്ഷെ ഭയങ്കര വിഷമാവുകയാണ്. ആദർശ് ജ്വല്ലറിയിലേക്ക് ഇന്നും പോകുന്നില്ല. നയനയോട് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ. അങ്ങനെ നയന പറയുന്നുണ്ട്, ഇതിലെന്തോ കള്ളക്കളിയുണ്ട് ആദർശേട്ടാ, അവന്തികയെ നമ്മൾ ശ്രദ്ധിക്കണം, അവന്തിക നമ്മളെ ചതിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാണ്. അങ്ങനെ ആദർശം നയനയും നല്ല രീതിയിൽ തന്നെ അവന്തികയെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവന്തികയുടെ പല കള്ളത്തരങ്ങളും നയന കണ്ടുപിടിക്കുന്നത്. ജ്വല്ലറി മാറ്റി വെച്ചത് അവന്തികയാണെന്നുള്ള കാര്യം നയനയ്ക്ക് പിടികിട്ടുകയാണ്.
അച്ഛൻ നാഗേന്ദ്രയുമായിട്ട് ചേർന്നിട്ട് മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കുകയായിരുന്നെന്നും നാഗേന്ദ്രയ്ക്ക് മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യവും ഒക്കെ മനസ്സിലാക്കുക. നേരെ ആദർശും നയനയും കൂടെ പോവാണ് കേട്ടോ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക്. അവിടെ MD കസേരയിൽ ഇരിക്കുകയാണ് നമ്മുടെ അവന്തിക. ആദർശ് ആക്രോശിച്ചുകൊണ്ട് ചെല്ലാണ്. എടി അവന്തിക, എഴുന്നേക്കടി ആ കസേരയിൽ നിന്നെന്ന് പറയാണ്. അവന്തിക പേടിച്ച് ഞെട്ടി എണീക്കാണ്. നയനയും കൂടെയുണ്ട് കേട്ടോ. അപ്പം നയന ചോദിക്കാൻ, നീ ചതിക്കുകയായിരുന്നല്ലേ ആദർശേട്ടനെയും ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ നീ ചതിക്കുകയായിരുന്നല്ലേ, നിന്നെ വിശ്വസിച്ച് ഞങ്ങളൊക്കെ മണ്ടന്മാരായല്ലേ എന്ന് ചോദിക്കുക. അപ്പം ആദർശം പറയുന്നുണ്ട്, ഇറങ്ങടി ഈ ക്യാബിനിന്ന്, ഈ ക്യാബിൻ പവിത്രമായതാണ്, മുത്തശ്ശൻ ഇരുന്ന ക്യാബിനാണ്, ഞാനിവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയതാണ്, എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് ഈ കസേരയെ കയറിയിരിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? അപ്പം അവന്തിക പറയാം, നിങ്ങൾ എന്തിനാ എൻ്റെ നേരെ ബഹളം വയ്ക്കുന്നത്? മുത്തശ്ശനാണ് എന്നോട് ഈ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞത്, അത് ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ മുത്തശ്ശനോട് ചോദ്യം ചെയ്യാൻ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തൽക്കാലം മുത്തശ്ശനോട് ചോദ്യം ചെയ്യുന്നില്ല, ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ നിന്റെ കാരണം ഞാൻ അടിച്ചു പോയിക്കും, നീ ചെയ്ത് കൂട്ടിയ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചടി എന്ന് പറയാ. നീ ആരാണെന്നും എന്താണെന്നും നിന്റെ അച്ഛൻ ആരാണെന്നും എല്ലാം മനസ്സിലായടി എന്ന് പറയാണ്. അപ്പോൾ അവന്തിക ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആദർശ് അവന്തിക അവിടെ നിന്ന് വലിച്ചിറക്കുകയും ഇനി ആ കാര്യം മുത്തശ്ശനെ അറിയിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം അവന്തികയ്ക്കും നാഗേന്ദ്രയ്ക്കും ഒക്കെ നല്ല പണി കിട്ടാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്